കൂട്ടുകാരെ നമ്മൾ ഈ മോയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിരിക്കും. മോയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിതൊക്കെ ആർക്കും ഇഷ്ടമല്ലല്ലോ. നമ്മൾ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് നമ്മൾ മോയമായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൽ പാവമുണ്ട്. നമ്മൾ ചിലപ്പം കൈ കൊണ്ടാണ് മോട്ടിക്കുന്നത്. അതുകൊണ്ട് കൈ മുറിച്ച് കളഞ്ഞത് കൊണ്ട് ഗുണമൊന്നുമില്ല. കൈ മുറിച്ചത് കളഞ്ഞത് കൊണ്ട് വിജയമില്ല. പിന്നെയും നമ്മൾ മോട്ടിക്കും. നമ്മളെ മോട്ടിക്കാനുള്ള മനസ്സ് നമ്മളെ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്, കയ്യിൽ നിന്നല്ല. അത് നമ്മളെ മനസ്സിൽ നിന്നാണ് ആഗ്രഹം വരുന്നത്. നമുക്ക് കയ്യിൽ അയക്ക് കയറ്റിയാൽ നമ്മൾ കൈ കളയാം. നമ്മുടെ മോയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത്. മോയമായിട്ടുള്ള മനസ്സിനെ വെള്ളത്തിൽ കൈ നല്ലതാക്കാൻ പറ്റുമോ? പറ്റില്ല. കുളിച്ചാലും നമ്മളെ മനസ്സ് നന്നായി കിട്ടുകയില്ല. മോയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സ് മോയം ആയതുകൊണ്ടാണ്. നിങ്ങൾ പുലിയുടെ ദേഹത്തെ പാട് കണ്ടിട്ടുണ്ടോ? കുളിച്ചാലേ പുലിയുടെ പുറത്തുള്ള പാട് പോകുമോ? ഇല്ല, അത് കയ്യെ പോകുന്നതല്ല. അപ്പാട് പുറത്തുനിന്നല്ല അകത്തുനിന്നാണ് വരുന്നത്. പുലി വിചാരിച്ചാലും മനുഷ്യൻ വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ പാവവും മനുഷ്യൻ്റെ പുറത്തുനിന്നല്ല അകത്തുനിന്നാണ് വരുന്നത്. നമ്മൾ മനസ്സ് മോയമായതുകൊണ്ടാണ് നമ്മൾ പാവം ചെയ്യുന്നത്. നമ്മുടെ മോയമായ മനസ്സ് എങ്ങനെ മാറ്റാൻ പറ്റും? തെയ്യത്തിനെ മാത്രമേ നമ്മുടെ മനസ്സിനെ നല്ലതായിട്ട് മാറ്റുവാൻ പറ്റുമോ? പുലിയുടെ പുറത്തുള്ള പാട് മാറ്റുവാനും തെയ്യത്തിനെ കൊണ്ടേ പറ്റുള്ളൂ. ഇന്നുമേൽ ഞാൻ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ഇന്ന് ആഗ്രഹിച്ചാലും ഇന്നേ നമ്മൾ മോയം ചെയ്യുന്നു. മോട്ടിക്കുന്ന ആളിനെ നമ്മൾ ശിക്ഷിച്ച അവൻ പിന്നെ മോട്ടിക്കില്ല. എന്നാൽ മോട്ടിക്കാനുള്ള ആഗ്രഹം പിന്നെ അവനെൻ്റെ മനസ്സിൽ ഉണ്ടാകും. ഈ മനസ്സിനെ മാറ്റുവാൻ തെയ്യത്തിനെ കൊണ്ടേ പറ്റുമോ? നമ്മുടെ മനസ്സിനെ നല്ലതായിട്ട് മാറ്റുവാൻ കഴിവുള്ള ഒരാളുണ്ട്. അയാളുടെ പേര് യേശു. യേശു ദൈവമാകുന്നു. നമുക്ക് നല്ല മനസ്സിനെ തരുവാൻ യേശുവിന് കഴിവുണ്ട്. യേശുവിൻ്റെ സഹായം കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. യേശു നിൻ്റെ മനസ്സിനെ നല്ലതായിട്ട് തരുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിനോട് പ്രാർത്ഥിക്കുക. നീ ചെയ്ത കുറ്റമെല്ലാം ക്ഷമിപ്പാൻ യേശുവിനോട് പറയുക. യേശു നിൻ്റെ പാവത്തിന് വേണ്ടി കുരിശിൽ മരിച്ചു. ചത്ത യേശുവിനെ പൊത്തിയെ 3 നാൾ കഴിഞ്ഞ് യേശു പിന്നെ ഉയിരായി വന്നു. യേശു ഇപ്പോഴും ജീവിക്കുന്നു. യേശു മാത്രമാണ് ദൈവം. യേശുവിനെ ഇപ്പോഴും തന്നെ പ്രാർത്ഥിക്കണം. യേശു മാത്രമാണ് ശക്തിയുള്ള ദൈവം. നമ്മളെ സഹായിക്കാനാണ് യേശു ഭൂമിയിൽ പറഞ്ഞത്. നമ്മളെ പാവത്തിൽ നിന്ന് രക്ഷിക്കുക യേശുവിന് കഴിയും. പാപം നമ്മളെ നയിപ്പിച്ചു, എന്നാൽ യേശു നമ്മളെ രക്ഷിക്കും. നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും യേശു തരും. സ്വത്തും വകയും സന്തോഷവും സമാധാനവും തരില്ല. യേശുവിനെ വിശ്വസിക്കുക. യേശു നിന്നെ കാത്തുകൊള്ളും. നിന്നെ സഹായിക്കുക. യേശു എപ്പോഴും നിൻ്റെ കൂടി ഉണ്ടായിരിക്കും. നിനക്ക് വിഷമം വരുമ്പോൾ യേശുവിനോട് പറയുക. യേശു നിന്നെ സഹായിക്കും. യേശു അല്ലാതെ വേറെ ദൈവവും ഇല്ല. യേശുവാണ് സകലതും ഉണ്ടാക്കിയ ദൈവം. അതുകൊണ്ട് യേശുവിനെ വണങ്ങുക.